കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ വാഗ്ദാനം നടപ്പിലാക്കാതെ സർക്കാർ ആശുപത്രികൾക്കും മരിച്ചവരുടെ ആശ്രിതർക്കും ആംബുലൻസുകൾക്കും പണം നൽകിയില്ല. സർക്കാർ അവഗണനയിൽ പരിക്കേറ്റവരുടെ തുടർ ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. ഒക്ടോബർ 29-നാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ വെടിക്കെട്ട് അപകടമുണ്ടായത്. 6 പേർ അപകടത്തിൽ മരിക്കുകയും 148 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ദുരന്തത്തിന് പിന്നാലെ സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ചികിത്സാ ചെലവായി കർണാടകത്തിലെയും കേരളത്തിലെയും ആശുപത്രികളിൽ 3 കോടിയിലേറെ രൂപയാണ് സംസ്ഥാനം നൽകാനുള്ളത്. ചികിത്സാ ചെലവിനത്തിലെ ബിൽ കുടിശ്ശിക ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജില്ലാ കളക്ടർക്ക് തുടർച്ചയായി കത്തയച്ചിട്ടും നടപടിയുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് ബിൽ കുടിശ്ശിക ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ ആശുപത്രി അധികൃതർ സമീപിച്ചത്. അപ്പോൾ ഈ എല്ലാ ആശുപത്രികളിലും പോയി അവിടുത്തെ ഓണർമാരെയും കണ്ടിട്ട് PRയും കണ്ടിട്ടാണ് ഞാൻ ICUവിലും വെന്റിലേറ്ററിൻ്റെ സഹായം തേടിയുള്ള ആളുകളെ കണ്ടത്. അപ്പോൾ പിറ്റേ ഗവൺമെൻറ് പ്രഖ്യാപനം വന്നു, ഇതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം മൊത്തം സംസ്ഥാന സർക്കാർ വഹിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മിംസിലൊക്കെ ബന്ധപ്പെട്ട് ഈ 50,000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാര്യം പാവപ്പെട്ട തൊഴിലാളികളുടെ നിന്ന് പിരിച്ചാണ്. അപ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്ക് ആ പണം തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് എനിക്ക് കർണാടക മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ നിന്നൊരു കത്ത് വന്നു. 1,56,80,000 രൂപ കേരള ഗവൺമെൻറ് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ പണം MP ഇടപെട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ മാത്രം 1.56 കോടി രൂപ സർക്കാർ നൽകാനുണ്ട്. അപകടത്തിൽ മരിച്ച KV രഞ്ജിത്ത്, പത്മനാഭൻ എന്നിവരുടെ ആശ്രിതർക്കും സർക്കാർ പ്രഖ്യാപിച്ച 4 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അപകട സമയത്ത് സർവീസ് നടത്തിയ 25 ആംബുലൻസുകൾക്കും പണം നൽകാനുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.